നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ AR സ്മിത്ത് കുമാർ, അരീക്കൽ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉപ്പൂറ്റിവേന എന്നൊരു സബ്ജക്റ്റാണ്. ഉപ്പൂറ്റിവേനയായിട്ട് ഇന്ന് വളരെയധികം ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. പലപ്പോഴും ആൾക്കാർ 1 വർഷം 2 വർഷം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണെങ്കിൽ ഉപ്പൂറ്റിവേനയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പലപ്പോഴും ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. എന്നാൽ വളരെ ലളിതമായ ചികിത്സയിലൂടെ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് പരിഹരിക്കാവുന്ന ഒരു രോഗമാണ് ഉപ്പൂറ്റിവേന. ഉപ്പൂറ്റിവേന തന്നെ പല ടൈപ്പുണ്ട്. കാൽക്കേനിയസ് സ്പുറുണ്ട്, പ്ലാന്റർ ഫേഷ്യാലിറ്റീസ് ഉണ്ട്, ബർസൈറ്റിസ് പോലുള്ള രോഗങ്ങളുണ്ട്, ഉപ്പൂറ്റിയുടെ മുകൾ ഭാഗത്ത് വരുന്ന വേദനകൾ. ഇതൊക്കെ തന്നെ അടിസ്ഥാനപരമായിട്ട് ഒരേ കാരണത്തിൽ നിന്ന് വരുന്ന രോഗങ്ങളാണ്. ഈ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തെറ്റായിട്ടുള്ള ആഹാര രീതി അല്ലെങ്കിൽ ജീവിതശൈലിയാണ് ഈ ഉപ്പൂറ്റിവേനയിലേക്ക് നയിക്കുന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്പർ 1 കാരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി താമസിച്ച് ആഹാരം കഴിക്കുന്നതാണ്. രാത്രി താമസിച്ച് ആഹാരം കഴിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഉപ്പൂറ്റിവേന വരുന്നത്. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുക. പകൽ കണ്ണ് കാണുന്ന പക്ഷികളെ, മൃഗങ്ങളെ ഒന്നും സന്ധ്യ കഴിഞ്ഞാൽ ആഹാരം കഴിക്കത്തില്ല. മനുഷ്യൻ മാത്രമാണ് സന്ധ്യയ്ക്ക് ശേഷം ആഹാരം കഴിക്കുന്നത്. അപ്പോൾ പകൽ കണ്ണ് കാണുന്ന ജീവികളുടെ എല്ലാം ഡൈജഷൻ സൂര്യൻ്റെ അടിസ്ഥാനത്തിലാണ്. സൂര്യൻ ഉച്ചസ്ഥായി നിൽക്കുന്ന ഉച്ചയ്ക്കായിരിക്കും നല്ല ഡൈജഷൻ ഉള്ളത്. ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞാൽ ഡൈജഷൻ കുറയും. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞാൽ പിന്നെ ഹെവി ഫുഡ് കഴിക്കരുത് എന്നുള്ളതാണ്. അതേപോലെ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ഡൈജഷൻ വളരെ കുറവായിരിക്കും. സന്ധ്യയ്ക്ക് ശേഷം ആഹാരം കഴിക്കാതിരിക്കുക. അപ്പോൾ രാത്രിയിൽ നേരത്തെ ആഹാരം കഴിക്കുക, രാത്രി ലൈറ്റ് ഫുഡ് കഴിക്കുക, ഇതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെയാണെങ്കിൽ മിക്കവാറും ഉപ്പൂറ്റിവേനയ്ക്ക് നല്ല പരിഹാരം ഉണ്ടാകും. പലപ്പോഴും പേഷ്യൻസ് പറയുന്ന സാറേ രാവിലെ ഭാര്യയാണെങ്കിൽ കുറച്ച് കുച്ചിപ്പിടി കളിച്ചിട്ടാണ് അടുക്കളയിലേക്ക് വരുന്നത്. അത്രയ്ക്ക് വേദനയാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനപരമായി കാരണം രാത്രി താമസിച്ച് കഴിക്കുന്നതും രാത്രി ഹെവി ഫുഡ് കഴിക്കുന്നതും മാത്രമാണ്. ഇപ്പോൾ രാത്രിയിൽ ലൈറ്റ് ഫുഡ് കഴിക്കുക. രാത്രി ചപ്പാത്തിയോ ദോശ, ഇഡ്ഡലി, ഇടിയപ്പം, ഗോതമ്പ് ദോശ, കഞ്ഞി ലൈറ്റാണ്, ചോറ് ഹെവിയാണ്. അതിനിപ്പം വെജിറ്റബിൾ കറി വേണം കഴിക്കാൻ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതാണ് രോഗത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. ഇത് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ രോഗം പകുതി മാറി. അപ്പോൾ രാത്രിയിൽ പിന്നീട് നമുക്കാണെങ്കിൽ ഇതിനുള്ള ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഉപ്പൂറ്റിയിൽ വന്നിരിക്കുന്ന ടോക്സിൻസിനെ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ രാത്രിയിൽ പലപ്പോഴും താമസിച്ച് കഴിക്കുന്നതും രാത്രി ഹെവി ഫുഡ് കഴിക്കുന്നതും അത് പലതരത്തിൽ അത് ശരിയായിട്ട് ഡൈജസ്റ്റ് ചെയ്യത്തില്ല. അത് അശുദ്ധരക്തമായിട്ട് മാറുകയും അതിന് വെയിറ്റ് കൂടുതലായതുകൊണ്ട് പലപ്പോഴും ഉപ്പൂറ്റിയിൽ ശരീരത്തിൻ്റെ ഏറ്റവും അവസാനമായിട്ടുള്ള ഭാഗമായുള്ള ഉപ്പൂറ്റിയിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് രോഗത്തിലേക്ക് നയിക്കുന്നത്. അവിടെ നമ്മൾ രോഗത്തിന് ഒരു ശമനം ഉണ്ടായതിനു ശേഷം രോഗം വീണ്ടും വരാതിരിക്കാനായിട്ട് അവിടെ നിന്ന് ബ്ലഡ് എടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയുണ്ട്. നമ്മൾ ആയുർവേദത്തിൽ പറയുന്നതാണ് രക്തമോക്ഷ ചികിത്സ. അത് ചെയ്തതിന് ശേഷം അഗ്നികർമ്മ എന്ന് പറഞ്ഞ ചികിത്സയുണ്ട്. വീണ്ടും രോഗം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെർമനൻ്റായിട്ട് ഈ ഉപ്പൂറ്റിവേനയെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിന് അധികം സമയമൊന്നുമില്ല. മാക്സിമം സാധാരണഗതിയിൽ ഒരു 7 ദിവസം കൊണ്ട് മാറ്റിയെടുക്കാവുന്ന രോഗമാണ് ഈ ഉപ്പൂറ്റിവേന. 7 ദിവസം കൂടുതലൊന്നും ആവശ്യം വരത്തില്ല. അപ്പോൾ വളരെ ലളിതമായ ചികിത്സയോടെ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാവുന്ന ഒന്നാണ് ഈ ഉപ്പൂറ്റിവേദന. അതിന് ധാരാളം പേഷ്യൻസുകൾ ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തന്നെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ദൈവാനുഗ്രഹം കൊണ്ട് ഒരു 7 ദിവസം കൊണ്ട് തന്നെ എല്ലാവർക്കും ആണെങ്കിൽ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഉപ്പൂറ്റിവേനയിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണം ഈ രാത്രി താമസിച്ച് കഴിക്കുന്നതും രാത്രി ഹെവി ഫുഡ് കഴിക്കുന്നതും ആണെങ്കിൽ കൂടി മറ്റ് ചില കാരണങ്ങൾ കൂടി ഇതിൻ്റെ അകത്താണെങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ബേക്കറി സാധനങ്ങളുടെ അമിത ഉപയോഗം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബേക്കറി സാധനങ്ങൾ മിക്കവാറും ഒക്കെ ആണെങ്കിൽ മൈദ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പലതരത്തിലുള്ള കെമിക്കൽസുകൾ, പ്രിസർവേറ്റീവ്സുകൾ, അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യൽ കളറുകൾ, ഇതൊക്കെ തന്നെയാണെങ്കിൽ രോഗത്തിലേക്ക് നയിക്കുന്നതാണ്. അതേപോലെ തന്നെയാണെങ്കിൽ പൊറോട്ട അമിതമായിട്ട് കഴിക്കുന്നത്, മൈദയുടെ സാധനങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക. മൈദ പോലെ തന്നെ പ്രശ്നമുണ്ടാക്കുന്നതാണ് റവയും. രണ്ടും ഗോതമ്പിൻ്റെ റിഫൈൻഡ് ഫുഡാണ്, അതായത് ഗോതമ്പിൻ്റെ ചണ്ടിയാണ്. മൈദ അതുപോലെ തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് റവയും. റവ ഉപ്പൊക്കെ ഒഴിവാക്കുക. അതേപോലെ ഗ്യാസ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ, അതൊക്കെ വയറിന് പ്രശ്നം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത്തരം സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒഴിവാക്കുക. ഉദാഹരണത്തിന് കട്ടൻ ചായ, കട്ടൻ കാപ്പി, അത്തരം സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ വറുത്തരച്ച കറികളെ, അപ്പോൾ ഇത്തരം സാധനങ്ങൾ കൂടി നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ വളരെ വേഗത്തിൽ വളരെ പെർമനൻ്റായിട്ട് മാറ്റിയെടുക്കാവുന്ന
ഒരു രോഗമാണ് ഉപ്പൂറ്റുവേനയും. ഉപ്പൂറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പല രോഗങ്ങളും നമുക്ക് ഇതേപോലെ തന്നെയാണെങ്കിൽ മാറ്റിയെടുക്കാവുന്നതാണ്.